എൻ്റെ ഈസ്റ്റർ എഗ് എങ്ങനെയുണ്ട്? കളർഫുൾ അല്ലേ? ഇതെന്താ വെച്ചാൽ ഞാൻ ഈസ്റ്റർ എഗ് ഉണ്ടാക്കിയതല്ല, എന്തിനെയാണ് ഞാൻ രൂപമാറ്റം വരുത്തി എഗ്ഗാക്കി മാറ്റിയിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ പറയാം. ആരൊക്കെ എന്നെ പോലെ ബുദ്ധിപരമായും കൂലങ്കഷമായും ആലോചിക്കുന്നുണ്ടെന്ന് ഞാനൊന്ന് അറിയട്ടെ. അത് പോട്ടെ. എന്തായാലും ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രാഫ്റ്റാണിത്. ഈ നൂലിങ്ങനെ ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാം ചുറ്റിക്കഴിഞ്ഞ് ഇങ്ങനെ സിനിമ സ്റ്റൈലിൽ ഇടുന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത്രയും ചുറ്റിയപ്പോഴാണ് എനിക്കൊരു ബോധോദയം ഉണ്ടായത്. ഒരു സത്യം മനസ്സിലായത്, ചുറ്റൽ ഈസ് മെനക്കെട്ട പരിപാടി. അതുകൊണ്ട് തന്നെ ഞാനത് നിർത്തിയിട്ട് ബാക്കി ഭാഗത്ത് ഇതുപോലെ പശ തേച്ചു. പശക്കൊക്കെ ക്ഷാമമാണടേ, അതുകൊണ്ട് കുറച്ച് ബാക്കി തിരിച്ച് അതിലൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഉള്ളത് വെച്ച് തേച്ച് ഈ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ പീസ് ഇങ്ങനെ ചുറ്റി എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന പരിപാടി ഞാൻ കുറേ കണ്ടു. പക്ഷേ ഞാൻ ചുറ്റിയപ്പോൾ പൂ പോലെ ഒന്നും വന്നില്ല, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ കൈകൊണ്ട് പറിച്ച് വെച്ചു. ഇനിയൊക്കെ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ജസ്റ്റ് ഒന്ന് വെട്ടി ഷേപ്പ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒരു ഗോൾഡൻ പെയിൻറ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്ത് അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ എന്താ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തേജശ്രീയുടെ പേരാണ് പറയുന്നത്. പിന്നെ ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര മടി? എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്താൽ എനിക്കൊരു സന്തോഷമാവൂലേ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യടോ. എന്താണ്